മോശയുടെ ഫറോന്റെയും കൈക്കീഴിൽ ഗണഗണമായി ഇസ്രായേൽ ദേശത്തു നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കളുടെ പ്രയാണങ്ങളാവിത്. മോശ യഹോവയുടെ കൽപ്പന പ്രകാരം അവരുടെ പ്രയാണക്രമത്തിൽ അവരുടെ താവളങ്ങൾ എഴുതിവെച്ചു. താവളമായി അവർ ചെയ്ത പ്രയാണങ്ങളാവിത്. 1-ാം മാസം 15-ാം തീയതി അവർ റാമോസിൽ നിന്ന് പുറപ്പെട്ടു. പെസഹ കഴിഞ്ഞ പിറ്റന്നാൾ ഇസ്രായേൽ മക്കളെല്ലാം മിസ്രയീമ്യരും കാണുകെ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. മിസ്രയീമ്യരോ യഹോവയുടെ തങ്ങളുടെ ഇടയിൽ സംഹരിച്ച കടിഞ്ഞൂലുകളെല്ലാം കുഴിച്ചിടുകയായിരുന്നു. അവരുടെ ദേവന്മാരെ പോലെയും യഹോവ ന്യായവിധി നടത്തിയിരുന്നു. ഇസ്രായേൽ മക്കൾ റാമോസിൽ നിന്ന് പുറപ്പെട്ടു സുക്കോത്തിൽ പാളയമിറങ്ങി. സുക്കോത്തിൽ നിന്ന് അവർ പുറപ്പെട്ടു മരുഭൂമിയുടെ അറ്റത്തുള്ള ഏതാമിൽ പാളയമിറങ്ങി. ഏതാമിൽ നിന്ന് പുറപ്പെട്ടു ബാൽസെഫോനെതിരെയുള്ള പീഹഹീരോത്തിൽ നിന്ന് തിരിഞ്ഞു വന്നു. അവർ മിഗ്ദോലിന് കിഴക്കു പാളയമിറങ്ങി. പീഹഹീരോത്തിന് കിഴക്ക് നിന്ന് പുറപ്പെട്ടു കടലിൻ്റെ നടുവിൽ കൂടി മരുഭൂമിയിൽ കടന്ന് മരുഭൂമിയിൽ 3 ദിവസത്തെ വഴി നടന്നു മാറായിൽ പാളയമിറങ്ങി. മാറായിൽ നിന്ന് പുറപ്പെട്ട് ഏലീമിലെത്തി. ഏലീമിൽ 12 നീരുറവും 70 ഈത്തപ്പനയും ഉണ്ടായിരുന്നതുകൊണ്ട് അവർ അവിടെ പാളയമിറങ്ങി. ഏലീമിൽ നിന്ന് പുറപ്പെട്ടു ചെങ്കടലിനരികെ പാളയമിറങ്ങി. ചെങ്കടലിനരികെ നിന്ന് പുറപ്പെട്ടു സീൻ മരുഭൂമിയിൽ പാളയമിറങ്ങി. സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു ദഫ്കയിൽ പാളയമിറങ്ങി. ദഫ്കയിൽ നിന്ന് പുറപ്പെട്ട് ആലോഷിൽ പാളയമിറങ്ങി. ആലോഷിൽ നിന്ന് പുറപ്പെട്ട് രഫീദീമിൽ പാളയമിറങ്ങി. അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. രഫീദീമിൽ നിന്ന് പുറപ്പെട്ടു സീന മരുഭൂമിയിൽ പാളയമിറങ്ങി. സീന മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു കിബ്രോത്ത് ഹാത്താവയിൽ പാളയമിറങ്ങി. കിബ്രോത്ത് ഹാത്താവയിൽ നിന്ന് പുറപ്പെട്ടു ഹസോരത്തിൽ പാളയമിറങ്ങി. ഹസോരത്തിൽ നിന്ന് പുറപ്പെട്ട് രീത്മയിൽ പാളയമിറങ്ങി. രീത്മയിൽ നിന്ന് പുറപ്പെട്ടു രിമ്മോൻ പേരേസിൽ പാളയമിറങ്ങി. രിമ്മോൻ പേരേസിൽ നിന്ന് പുറപ്പെട്ട് ലിബ്നയിൽ പാളയമിറങ്ങി. ലിബ്നയിൽ നിന്ന് പുറപ്പെട്ട് രിസയിൽ പാളയമിറങ്ങി. രിസയിൽ നിന്ന് പുറപ്പെട്ടു കെഹോലാദയിൽ പാളയമിറങ്ങി. കെഹോലാദയിൽ നിന്ന് പുറപ്പെട്ട് ഷാഫിർ മലയിൽ പാളയമിറങ്ങി. ഷാഫിർ മലയിൽ നിന്ന് പുറപ്പെട്ട് ഹരാദയിൽ പാളയമിറങ്ങി. ഹരാദയിൽ നിന്ന് പുറപ്പെട്ട് മഖ്ഹോലോത്തിൽ പാളയമിറങ്ങി. മഖ്ഹോലോത്തിൽ നിന്ന് പുറപ്പെട്ട് താഹത്തിൽ പാളയമിറങ്ങി. തഹത്തിൽ നിന്ന് പുറപ്പെട്ട് താരഹിൽ പാളയമിറങ്ങി. താരഹിൽ നിന്ന് പുറപ്പെട്ട് മിത്കയിൽ പാളയമിറങ്ങി. മിത്കയിൽ നിന്ന് പുറപ്പെട്ട് ഹഷ്മോനയിൽ പാളയമിറങ്ങി. ഹഷ്മോനയിൽ നിന്ന് പുറപ്പെട്ട് മോസേരോത്തിൽ പാളയമിറങ്ങി. മോസേരോത്തിൽ നിന്ന് പുറപ്പെട്ട് ബെനയാക്കാനിൽ പാളയമിറങ്ങി. ബെനയാക്കാനിൽ നിന്ന് പുറപ്പെട്ടു ഹോർ ഹിദ്ഗാദിൽ പാളയമിറങ്ങി. ഹോർ ഹിദ്ഗാദിൽ നിന്ന് പുറപ്പെട്ട് യോത്ബാദയിൽ പാളയമിറങ്ങി. യോത്ബാദയിൽ നിന്ന് പുറപ്പെട്ട് അബ്രോനയിൽ പാളയമിറങ്ങി. അബ്രോനിൽ നിന്ന് പുറപ്പെട്ട് സിയോൻ ഗേബേരിൽ പാളയമിറങ്ങി. സിയോൻ ഗേബേരിയിൽ നിന്ന് പുറപ്പെട്ടു സീൻ മരുഭൂമിയിൽ പാളയമിറങ്ങി. അതാകുന്നു കാദേശ്. അവർ കാദേശിൽ നിന്ന് പുറപ്പെട്ട് ഏദോം ദേശത്തിൻ്റെ അതിരിങ്കൽ ഹോർ പർവ്വതത്തിങ്കൽ പാളയമിറങ്ങി. പുരോഹിതനായ ഹരോൻ യഹോവയുടെ കൽപ്പന പ്രകാരം ഹോർ പർവ്വതത്തിൽ കയറി. ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്തു നിന്ന് പോന്നതിൻ്റെ 40-ാം സംവത്സരം 5-ാം മാസം 1-ാം തീയതി അവിടെ വെച്ചു മരിച്ചു. അഹരോൻ ഹോർ പർവ്വതത്തിൽ വെച്ചു മരിച്ചപ്പോൾ അവന് 123 വയസ്സായിരുന്നു. എന്നാൽ കനാൻ ദേശത്തു തെക്ക് വേർതിരിക്കുന്ന കനാന്യയായ അരാദ് രാജാവ് ഇസ്രായേൽ മക്കളുടെ വരവിനെക്കുറിച്ച് കേട്ടു. ഹോർ പർവ്വതത്തിങ്കിൽ നിന്ന് അവർ പുറപ്പെട്ട് സ്ലോമോനിൽ പാളയമിറങ്ങി. സ്ലോമോനിൽ നിന്ന് പുറപ്പെട്ട് പൂനോനിൽ പാളയമിറങ്ങി. പൂനോനിൽ നിന്ന് പുറപ്പെട്ട് ഓബോത്തിൽ പാളയമിറങ്ങി. ഓബോത്തിൽ നിന്ന് പുറപ്പെട്ട് മാബോബിൻ്റെ അതിരങ്കലയ്യ അബാരീമിൽ പാളയമിറങ്ങി. ഈമിൽ നിന്ന് പുറപ്പെട്ടു ദീബോൻ ഗാദിൽ പാളയമിറങ്ങി. ദീബോൻ ഗാദിൽ നിന്ന് പുറപ്പെട്ട് അൽമോദി ബ്ലാദൈമിൽ പാളയമിറങ്ങി. അൽമോദി ബ്ലാദൈമിൽ നിന്ന് പുറപ്പെട്ട് നെബുവിന് കിഴക്ക് അബാരീം പർവ്വതത്തിങ്കൽ പാളയമിറങ്ങി. അബാരീം പർവ്വതത്തിങ്കിൽ നിന്ന് പുറപ്പെട്ട് യെരിഹോവിനെതിരെ യോർദാനരികെ മോവാബ് മരുഭൂമിയിൽ പാളയമിറങ്ങി. യോർദാനരികെ മോവാബ് സമഭൂമിയിൽ നിന്ന് ബേത്നിരീശെമോത്ത് ആബേൻ ശിത്തീം വരെ പാളയമിറങ്ങി. യെരിഹോവിനെതിരെ യോർദാനരികെ മോവാബ്
സമഭൂമിയിൽ വെച്ച് യഹോവ മോശയോട് അരുളിച്ചത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ട എന്തെന്നാൽ, നിങ്ങൾ യോർദാനരികെ കനാൻ ദേശത്ത് കടന്ന ശേഷം ദേശത്തിലെ സകല നിവാസികളെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ് അവരുടെ വിഗ്രഹങ്ങളും ബിംബങ്ങളും എല്ലാം തകർത്ത് അവരുടെ സകല പൂജാഗിരികളും നശിപ്പിച്ച് കളയണം. നിങ്ങൾ ദേശം കൈവശമാക്കി അതിൽ കുടിപാർക്കണം. നിങ്ങൾ കൈവശമാക്കേണ്ടതിനോ ഞാൻ ആ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നിങ്ങൾ കുടുംബമായി ദേശം ചീട്ടിട്ട് അവകാശമേക്കണം. ആളേറെയുള്ളവർക്ക് ഏറെയും കുറേയുള്ളവർക്ക് കുറേയും അവകാശം കൊടുക്കണം. അവനവന് ചീട്ട് എവിടെ വീഴുന്നു അവിടെ അവൻ്റെ അവകാശമായിരിക്കണം. പിതൃഗോത്രമായി നിങ്ങൾക്ക് അവകാശം ലഭിക്കണം. എന്നാൽ ദേശത്തെ നിവാസികളെ നിങ്ങളുടെ മുമ്പിൽ നിന്നു നീക്കിക്കളയാതിരുന്നാൽ നിങ്ങൾ അവരിൽ ശേഷിപ്പിക്കുന്ന നിങ്ങളുടെ കണ്ണുകളിൽ മുള്ളുകളും പാർശ്വങ്ങളിൽ കണ്ടകങ്ങളുമായി നിങ്ങൾ പാർക്കുന്ന ദേശം നിങ്ങളെ ഉപദ്രവിക്കും. അത്രയുമല്ല, ഞാൻ അവരോട് ചെയ്യുവാൻ നിരൂപിച്ചതുപോലെ നിങ്ങളോടും ചെയ്യും.